ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബുഹേനിയ പ്ലാന്റ് കണ്ടോ ഫ്ലവറായി നിൽക്കുന്നത്? നല്ല മഞ്ഞയും അതുപോലെ തന്നെ ഓറഞ്ചും റെഡും ഒക്കെ കളേഴ്സിൽ ഫ്ലവർ ഉണ്ടായി നിൽക്കും. ഇങ്ങനെ ഒരേ സമയം യെല്ലോ കളറിലും ഓറഞ്ച് കളറിലും റെഡ് കളറിലും ഫ്ലവർ ഉണ്ടാവുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റാണ് ഈ ബുഹേനിയ പ്ലാന്റ് കേട്ടോ. ബുഹേനിയ പ്ലാന്റ്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആകുമ്പോൾ നമ്മളിതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആന്തൂറിയം പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വെറൈറ്റി ആന്തൂറിയം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആയിരുന്നു ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ്. റെഡ് കളർ പ്ലാന്റിൽ ഒരു വൈറ്റ് ലൈൻസ് വരുന്ന ഒരു ആന്തൂറിയാണ് കേട്ടോ. ഇതൊരു സീബ്ര ആന്തൂറിയം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സീബ്ര ആന്തൂറിയത്തിൽ ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും. എല്ലാം നമ്മൾ തരുന്നത് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും. ഇത് രണ്ടാമത്തെ പ്ലാന്റ് ആണ്. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. കാരണം എന്താ വെച്ചാൽ വൈറ്റിൻ്റെ അറ്റത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു പിങ്ക് കളർ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ തരുന്നത്. ഈ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നമ്മൾ എല്ലാം മിനിയേച്ചർ ആയിട്ടുള്ള ആന്തൂറിയമാണ് തരുന്നത്. നോർമൽ വെറൈറ്റീസ് അല്ല. മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ പ്രത്യേകത അറിയായിരിക്കും. അധികം ഹൈറ്റ് വെക്കത്തില്ല. ഒപ്പം തന്നെ ഫ്ലവേഴ്സും ലീവ്സിൻ്റെ ബാക്കി നോർമൽ വെറൈറ്റീസിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സും മീഡിയം സൈസൊക്കെ ഉള്ള പ്ലാന്റ് നമുക്കിതിലുണ്ട്. മൂന്നാമത്തെ വെറൈറ്റി നമുക്ക് കോമൺ വെറൈറ്റിയാണ്. പ്യുവർ വൈറ്റ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഒരു ഓവൽ ഷേപ്പിലേക്കാണ് ഇത് വരിക. ഒരു നീണ്ടിട്ടുള്ള ഷേപ്പിലേക്കാണ് വരിക. റൗണ്ട് ഷേപ്പിലേക്കുള്ള അതല്ല വരുന്നത്. വൈറ്റ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലേക്കാണ് വരിക. ഇത് നല്ല മിനിയേച്ചറാണ് കേട്ടോ. ചെറിയ ലീവ്സ് ആയിരിക്കും. ഫ്ലവേഴ്സും ഈ ഒരു സൈസ് വരുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത്. ഇതിങ്ങനെ ബുഷായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരുന്നതാണ് ഈ ഒരു വൈറ്റ് കളർ ആന്തൂറിയം. അടുത്തത് നമുക്കൊരു ഓറഞ്ച് കളർ ആന്തൂറിയാണ് കേട്ടോ. ഇത് ഒരു ലൈറ്റ് ഓറഞ്ചാണ്. നമുക്ക് ഈ ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് കളർ ഓറഞ്ചും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് വെറൈറ്റി ഓറഞ്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഈ ഓറഞ്ച് കളറിൻ്റെ ഫ്ലവേഴ്സ് കണ്ടറിയാം. അതിലേക്ക് ഒരു ഗ്രീനിഷ് കളർ കയറി വരുന്നതായിട്ട് കാണാം. അതായത് ആന്തൂറിയത്തിൻ്റെ പൂക്കൾ പഴകുമ്പോൾ ഗ്രീൻ കളർ കയറി വരും. ഇനി അടുത്തത് നല്ലൊരു ചോക്ലേറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരുന്ന ഒരു ആന്തൂറിയാണ്. ചോക്ലേറ്റ് ഷെയ്ഡ് തന്നെയാണ്. കണ്ടോ, ഇത് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ലീവ്സിന് കുറച്ച് സൈസ് വലുതാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സും നല്ല സൈസ് വരുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ച് ഹൈറ്റും വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ചോക്ലേറ്റ് കളർ ആന്തൂറിയത്തിന് വരുന്നത്. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സും ആ ഒരു ലീവ്സും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവാണ്. നിങ്ങൾ ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര ഫ്ലവേഴ്സ് അതിനുണ്ടായിരിക്കുന്നത്. ഒരു 3 ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ വേറൊരു മൊട്ടും കയറി വരുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും പൂക്കൾ തരുന്ന ഈ പൂക്കൾക്ക് ഇത്രയും സൈസ് വരുന്നൊരു വെറൈറ്റി ആന്തൂറിയമാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നല്ലൊരു ചോക്ലേറ്റ് ആന്തൂറിയം കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാൻ. കണ്ടില്ലേ, നല്ല ഫ്ലവേഴ്സാണ്. ഇനി അടുത്തത് വരുന്നത് നല്ലൊരു ലില്ലിയം ആന്തൂറിയാണ് കേട്ടോ. ഇത് ലില്ലിയത്തിൻ്റെ നല്ലൊരു ഒരു വയലറ്റ് കളറിലേക്ക് വരുന്നൊരു ആന്തൂറിയമാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഫ്ലവേഴ്സ്. ഈ ലില്ലിയം ആന്തൂറിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സ് ചെറുതായിരിക്കും. ഒപ്പം തന്നെ ചെറുതെന്ന് പറഞ്ഞാൽ ഒരു നീളത്തിലായിരിക്കും ഇതിൻ്റെ ലീവ്സ് വരുന്നത്. ഫ്ലവേഴ്സും കണ്ടോ നല്ല മുകളിലേക്കായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് മിക്കതും നിൽക്കുക. അതായത് കുഞ്ഞു കുഞ്ഞു പക്ഷികൾ പറക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും. നല്ല നീളത്തിലുള്ള ഫ്ലവേഴ്സാണ് വരുന്നത്. ഈ വെറൈറ്റി നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും അല്ലേ. ഇത് നല്ല യെല്ലോ കളർ ആന്തൂറിയമാണ്. ഈ യെല്ലോ കളർ ആന്തൂറിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്ലവേഴ്സ് ആകുമ്പോൾ നല്ല പ്യുവർ യെല്ലോയിലേക്ക് ഫ്ലവർ വരുന്നതായിട്ട് കാണാം. പിന്നീട് ഇതിൻ്റെ പൂക്കളൊന്ന് പഴകി കഴിയുമ്പോഴത്തേക്കും അത് പ്യുവർ വൈറ്റ് ആകും. പിന്നീട് അത് ഗ്രീൻ കളറിലേക്ക് ആകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സ് മിക്ക ആന്തൂറിയം അതെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇതിൻ്റെ പൂക്കൾ പഴകുമ്പം അതിൻ്റെ ആ ലീവ്സിൻ്റെ ആ ഒരു ഗ്രീൻ കളറിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇതിൻ്റെ യെല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടി. നമുക്കിങ്ങനെ 2-3 ഷൂട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ വേറെ പോട്ടിൽ നട്ട് വെച്ച് നമുക്ക് വേഗം തന്നെ 3-4 ചോട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ യെല്ലോ നമുക്ക് ഇതിൻ്റെ ലീവ്സൊക്കെ കുറച്ച് സെൻസിറ്റീവാണ് ബാക്കിയുള്ള വെറൈറ്റിനെ വെച്ച്. അതുകൊണ്ട് തന്നെ മിനിയേച്ചറാണ്. ഈ ഒരു ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവും. നമ്മൾ തരുന്ന എല്ലാ പ്ലാന്റ്സും വിത്ത് ഫ്ലവർ അടങ്ങുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആന്തൂറിയം എങ്ങനെയാണ് നടേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു പുതിയൊരു വെറൈറ്റി. ഇതെന്ന് പറഞ്ഞാൽ ബേബി പിങ്ക് കളേഴ്സിലേക്ക് വരുന്ന ഒരു ആന്തൂറിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, പുതിയ പൂവും പഴയ പൂവും ഉണ്ട് ഈ പ്ലാന്റിൽ. ഇതിൻ്റെ പുതിയ പൂക്കൾ എന്ന് പറയുമ്പോൾ നല്ല ഗ്ലേസിങ്ങോട് കൂടി വന്നിട്ടുണ്ട്. പഴയ പൂക്കളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രീനിഷ് കളർ പഴയ ഫ്ലവേഴ്സിലേക്ക് കയറി വന്നതായിട്ട് കാണാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ആന്തൂറിയാണേ.
അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആന്തൂറിയാണ്. എപ്പോഴും നമുക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ആന്തൂറിയാണ്. കണ്ടില്ലേ, ഡബിൾ പെറ്റലായിട്ട് വരുന്ന ആന്തൂറിയം. ഇത് നല്ലൊരു ഡാർക്ക് റെഡിൽ ഡബിൾ പെറ്റലായിട്ട് വരുന്നതാണ്. ഈ ഒരു ആന്തൂറിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആന്തൂറിയത്തിനെ അപേക്ഷിച്ച് ഇത് ഇത്രേ ഹൈറ്റ് വെക്കത്തുള്ളൂ. ചെറിയ ഹൈറ്റിൽ തന്നെ ഒത്തിരി പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഒത്തിരി പൂക്കൾ മാത്രമല്ല, ഇതിൽ കുറേ തൈകൾ പെട്ടെന്നുണ്ടാവും. കണ്ടില്ലേ, ഒത്തിരി തൈകൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ റെഡ് കളർ ആന്തൂറിയം. ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു വെറൈറ്റിയാണ് ഈ റെഡിനോട് കേട്ടോ. അടുത്തത് ഒരു ഡാർക്ക് റോസ് കളർ ആന്തൂറിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 ഷേപ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടായതായിട്ട് കാണാം. ഒന്ന് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ ഒന്ന് ഒരു ഓവർ ഷേപ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ 2 ഷേപ്പിൽ ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണിത്. അടുത്ത വെറൈറ്റി നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, ഒരു ലിലിയം വയലറ്റ്, ഒരു പർപ്പിൾ കളറിലേക്ക് വന്നേക്കുന്നത്. ഇത് അതിൻ്റെ പിങ്ക് കളറാണ് കേട്ടോ. പിങ്കിൻ്റെ ശരിക്കും ഫ്ലവേഴ്സ് കണ്ടാൽ അറിയാം. ഞാൻ പറയില്ല, കുഞ്ഞു പക്ഷി പറക്കുന്ന പോലെ അതുപോലെ തന്നെയുണ്ട് ഇതിൻ്റെ ഈ കുഞ്ഞു ഫ്ലവേഴ്സും അതിൻ്റെ ലീവ്സും ഒക്കെ. ഇനി വരുന്നത് ഒരു ഡബിൾ കളർ ആന്തൂറിയാണ് കേട്ടോ. ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ആന്തൂറിയമാണ്. ഇത് നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. വളരെ റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആന്തൂറിയം വെറൈറ്റിയാണിത്. ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഈ ഫ്ലവേഴ്സ് പഴകുമ്പോൾ ഇത് പ്യുവർ വൈറ്റിലേക്കൊക്കെ വരാറുണ്ട് കേട്ടോ. പ്യുവർ വൈറ്റ്, പിന്നെ കണ്ട ഒരു ഗ്രീനിഷ് കളറിലേക്കൊക്കെ ഈ ആന്തൂറിയം വരാറുണ്ട്. അടുത്തത് നല്ലൊരു പർപ്പിൾ കളർ ആന്തൂറിയാണ്. ഡാർക്ക് പർപ്പിൾ കളർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഇതും നമുക്ക് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. നേരത്തെ കാണിച്ച ഗ്രീൻ ആൻഡ് വൈറ്റും അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന പർപ്പിളും സ്റ്റോക്ക് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ തരുന്നത് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത്, ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. ഈ 10-12 പ്ലാന്റ് ഒരുമിച്ച് വാങ്ങുന്നവർക്ക് നമ്മൾ കോംബോ റേറ്റിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലവർ ഉണ്ടാവില്ല, ചെറിയ തൈകൾ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇന്ന വെറൈറ്റി എന്ന് പറഞ്ഞ് തരാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ലീവ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഈ ചെറിയ തൈയൊക്കെ 100 രൂപയാണ്. അപ്പം നമ്മുടെ ഈ ഒരു ആന്തൂറിയം പ്ലാന്റിൻ്റെ കോംബോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കണം കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള. നല്ല ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും പർപ്പിൾ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 170 പ്ലാന്റ് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും. ചെറിയ തൈകൾ 100 രൂപേൻ്റെ തൈകളുണ്ടല്ലോ, അത് ചെറിയ തൈകളായിരിക്കും, ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്.